നിങ്ങള് ഹേമ കമ്മിറ്റി ആരോട് പറയാൻ അനുവദിക്കും. ഈ ഹേമ കമ്മിറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരോടാണെന്നുള്ളതിന് പ്രസക്തിയില്ല. ഞങ്ങളുടെ അമ്മയിലുള്ള 506 മെമ്പേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 99% പേരോടും ഞങ്ങള് ഹേമ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു ചോദിച്ചപ്പം ആരും അറിഞ്ഞു. നിങ്ങൾക്ക് അല്ലെന്ന് പറയണേക്കോ, നിങ്ങൾ ഖണ്ഡിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. അല്ല അമ്മ അത് കേൾക്കും, അത് കേൾക്കും, നിങ്ങളത് കേൾക്കും. അല്ലല്ല അങ്ങനെ സംസാരിക്കരുത്. ഇത് അല്ലല്ല ഇത് കേൾക്കും. ഇത് ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? ഹലോ, നിങ്ങളിത് കേൾക്കും. ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? അല്ല, ഒന്ന് പറഞ്ഞോളൂ. സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി, സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അതിനകത്ത് മെയിൻ വിഷയമാണ് അവര് വിളിക്കുന്നവരെ ഇന്റർവ്യൂ. അത് മാന്യതയല്ലോ. ആ ചോദ്യം അതല്ല, അമ്മയുടെ പ്രസക്തി എന്താണെന്ന് അമ്മയുടെ അംഗങ്ങൾക്കറിയാം. അമ്മയുടെ അംഗങ്ങളോട് ചോദിക്കൂ. ആ പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ലല്ല, ആരോടാ ചോദിച്ചതെന്ന് അറിയാവുന്നില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചു. ഈ നയം അമ്മയുടെ പ്രസക്തി എന്താണ്? നമുക്കറിയില്ല ആരോടാ അല്ല, ചോദിച്ചത്. അമ്മയുടെ പ്രസക്തി എന്താണ്? പിന്നെ അമ്മയുടെ അല്ല, ഈ നയം രൂപീകരിക്കാൻ, അതായത് ഈ സ്ത്രീകൾ നയം രൂപീകരിക്കാനാണ് വന്നപ്പോഴാണ് നാട്ടിലെ അല്ലെങ്കിൽ സിനിമ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അംഗങ്ങളായാലും അല്ലെങ്കിൽ സമാനമായ അറിയിച്ചില്ല.